നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനപ്രവാഹം. ആമ്പല്ലൂരിൽ സർവീസ് റോഡിലെ സ്ലാബ് വീണ്ടും തകർന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. കോടാലി മോനോടി റോഡിൽ കുഴികൾ നിറഞ്ഞു. ദുരിതത്തിലായി യാത്രക്കാർ. പന്തല്ലൂർ ചെങ്ങാതുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടകവാവ് പിതൃബലി തർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് ജനപ്രവാഹമായിരുന്നു. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെത്തിച്ച VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും CPM നേതാക്കളും കൂടാതെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളും എത്തിയിരുന്നു. ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. ഇതിനിടയിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനമുണ്ടായിരുന്നു. രാത്രി 9 മണിയോടെ പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കുന്ന ഭൌതിക ശരീരം ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 10 മണി മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൌണ്ടിലും പൊതുദർശനമുണ്ടാകും. പുന്നപ്ര വയലാർ സമരസേനാനികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ വൈകിട്ട് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ആമ്പല്ലൂരിൽ സർവീസ് റോഡിലെ സ്ലാബ് വീണ്ടും തകർന്നു. ഇത്തവണ ആമ്പല്ലൂരിലെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള സ്ലാബാണ് തകർന്നത്. ഇതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞതോടെ 2-3 നിരകളായി പോയിരുന്ന വാഹനങ്ങൾ ഒറ്റനിരയിൽ പോകേണ്ടി വന്നു. ഇതോടെ ചൊവ്വാഴ്ച രാവിലെ മുതൽ വാഹനങ്ങൾ കുരുക്കിലമർന്നു. ആമ്പല്ലൂർ സെന്റർ മുതൽ മണലി വരെ വാഹനനിര നീണ്ടു. യാത്രക്കാരുടെ ബുദ്ധിമുട്ടിനെ വകവയ്ക്കാതെ അധികൃതർ സ്ലാബ് മാറ്റുന്നതിൽ അലംഭാവം കാണിച്ചുവെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. കഴിഞ്ഞയാഴ്ചയും 2 സ്ലാബ് തകർന്നിരുന്നു. കൂടാതെ 2 മാസം മുൻപ് KSRTC ബസിന്റെ ചക്രം തകർന്ന സ്ലാബിൽ കുടുങ്ങിയിരുന്നു. സർവീസ് റോഡിലെ സ്ലാബുകൾ തകരുന്നത് നിത്യസംഭവമായതോടെ യാത്രക്കാരും ആശങ്കയിലാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനടി റോഡിൽ കുഴികൾ നിറഞ്ഞത് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാക്കുന്നു. മലയോര ഗ്രാമങ്ങളായ മോനൊടി, മുട്ടത്തുകുളങ്ങര, കടമ്പോട്, മാങ്കുറ്റിപ്പാടം പ്രദേശങ്ങളെ വ്യാപാര കേന്ദ്രമായ കോടാലിയുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. 4 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡിൽ മാങ്കുറ്റിപ്പാടം, ശാന്തിനഗർ, കടമ്പോട്, കുരിലിപ്പടി, SNDP വഴി പരിസരം എന്നിവിടങ്ങളിലാണ് കുഴികളുള്ളത്. വർഷങ്ങളായി റീടാറിംഗ് നടക്കാത്ത ഈ റോഡിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതായി പറയുന്നുണ്ടെങ്കിലും നിർമ്മാണത്തിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ 1 വർഷം മുമ്പ് സ്ഥാപിച്ച 2 ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് BJP മറ്റത്തൂർ, വെള്ളിക്കുളങ്ങര മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP സംസ്ഥാന വക്താവ് പ്രിന്റു മഹാദേവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി കവിതാ പ്രസാദ്, വേണുഗോപാൽ തോട്ടത്തിൽ, PC ബൈജു, സുധീർ വെട്ടിയാട്ടിൽ, സുരേഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലായി പന്തല്ലൂർ ചെങ്ങാതുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടകവാവ് പിതൃബലി തർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം പുലർച്ചെ 3:45 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപമെഴുന്നള്ളിക്കൽ, തുടർന്ന് 4 മുതൽ 9 വരെ ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്ത് രാമേന്ദ്രൻ ഇളയത്, ശിവൻ ശാന്തികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പിതൃബലി തർപ്പണം, 5:45 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുറം, ട്രഷറർ പ്രശാന്ത് കളരിക്കൽ, ശശി കല്ലുംപുറം, സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു. പട്ടാപ്പകൽ നാടോടി സ്ത്രീകളുടെ സംഘം മോഷണം നടത്തി മടങ്ങാനെത്തിയത് ഉടമയുടെ ഓട്ടോയിൽ. മോഷണ സംഘത്തെ കൈയോടെ പിടികൂടി കല്ലൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ. കല്ലൂർ ആലങ്ങാടിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം.
അറക്കൽ വീട്ടിൽ രാജന്റെ വീട്ടിലാണ് മൂവർ സംഘം മോഷണം നടത്തിയത്. രാജൻ വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു മോഷണം. ആളില്ലാത്തതിനാൽ കൂടുതൽ സൗകര്യമായി. രാജൻ സൂക്ഷിച്ചിരുന്ന വെൽഡിംഗ് അവശിഷ്ടങ്ങളും കീടനാശിനി പ്രയോഗത്തിനായി ഉപയോഗിക്കുന്ന ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങി പല സാധനങ്ങളും നാടോടി സ്ത്രീകൾ ചാക്കിനുള്ളിലാക്കി സ്ഥലം വിട്ടു. സാധനങ്ങളുടെ ഭാരം കാരണം ഓട്ടോ വിളിക്കാൻ ശ്രമിച്ച ഇവർക്ക് വാഹനം കിട്ടിയില്ല. അപ്പോഴാണ് ഇതുവഴി രാജൻ ഓട്ടോയുമായി എത്തുന്നത്. സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രാജൻ ഇവരുടെ പക്കലുള്ള ചാക്കുകൾ പരിശോധിച്ചു. അതിൽ നിന്നാണ് രാജന്റെ വീട്ടിലെ മോഷണ വിവരം അറിയുന്നത്. പിടിക്കപ്പെടുമെന്നുമായപ്പോൾ മൂവർ സംഘം ഓടാൻ ശ്രമിച്ചെങ്കിലും ഓട്ടോ ഡ്രൈവർ ആളുകളെ കൂട്ടി ഇവരെ തടഞ്ഞുവെച്ചു. പിന്നീട് സംഘത്തിനെ പോലീസിന് കൈമാറി. പോലീസിനെ ആക്രമിച്ച കേസിൽ ഡ്യൂട്ടിയുടെ ഭാഗമായി മൊഴി നൽകാൻ അനുവദനീയമായ പ്രസവാവധി പോലും ദീർഘിപ്പിച്ച് കോടതിയിലെത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസർ കോടതി മുറ്റത്തുനിന്ന് ആശുപത്രിയിലെത്തി ആൺകുഞ്ഞിന് ജന്മം നൽകി. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ CPO ശ്രീലക്ഷ്മിയാണ് പ്രസവിച്ചത്. കോടതിയിലെത്തിയപ്പോൾ ബ്ലീഡിംഗ് കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ശാരീരിക വിശ്രമം വേണ്ട സമയത്തും ഡ്യൂട്ടിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൃത്യനിർവഹണത്തോടുള്ള ആത്മാർത്ഥതയെ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയും സഹപ്രവർത്തകരും അഭിനന്ദിച്ചു. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൊഴി നൽകാനാണ് ശ്രീലക്ഷ്മി കോടതിയിൽ ഡ്യൂട്ടിക്കായി എത്തിയത്. ഈ കേസിൽ മൊഴി നൽകിയ ശേഷമേ അവധിയെടുക്കൂവെന്ന് ശ്രീലക്ഷ്മി തീരുമാനിച്ചിരുന്നു. വീട്ടുകാരും സഹപ്രവർത്തകരും പ്രസവാവധി താമസിപ്പിക്കുന്നതിൽ ഉണ്ടായേക്കാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചുവെങ്കിലും ശ്രീലക്ഷ്മി തീരുമാനത്തിൽ ഉറച്ചുനിന്നു. 9 മാസം കഴിഞ്ഞ ശ്രീലക്ഷ്മി ദിവസവും ഓട്ടോറിക്ഷയിലാണ് സ്റ്റേഷനിലെത്തിയിരുന്നത്. തിങ്കളാഴ്ച സ്റ്റേഷനിൽ നിന്ന് സഹപ്രവർത്തകരോടൊപ്പം വാഹനത്തിൽ കോടതി മുറ്റത്തെത്തിയപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാക്കുകയായിരുന്നു. ഉടൻ തന്നെ അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രസവം നടക്കുകയുമായിരുന്നു. റിഫായി ജുമാ മസ്ജിദ് 25ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മഹല്ല് നിവാസികൾ പോസ്റ്റർ പ്രകാശനം ചെയ്തു. 25ന്റെ നിറവിൽ 25 ഇന കർമ്മ പദ്ധതികളാണ് സ്വാഗത സംഘം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വയോജന സംഗമം, വിദ്യാർത്ഥിനി സമ്മേളനം, കുടുംബിനികളുടെ സംഗമം, മയ്യത്ത് പരിപാലനം, അടുക്കളത്തോട്ട നിർമ്മാണ പരിശീലനം, പച്ചക്കറി തൈ വിതരണം, സാംസ്കാരിക സമ്മേളനം, ശുചിത്വ ദിനം, രോഗി സന്ദർശനം, കഥാരചന, കവിതാരചന, ബുക്ക് ടെസ്റ്റ്, ചിത്രരചനാ മത്സരം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പരിപാടിയുടെ സമാപനം നബിദിന ആഘോഷ പരിപാടികളോടെ സമാപിക്കും. സമാപന സംഗമം സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായി നടക്കും. സമസ്ത കേന്ദ്ര മുഷവറ അംഗം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബയാർ തങ്ങൾ തുടങ്ങിയവർ സമാപന സംഗമത്തിന് അതിഥികളാകും എന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇബ്രാഹിം ചിറയിൽ, മഹല്ല് പ്രസിഡന്റ് ഉബൈദ് പൂവക്കാട്ട്, സെക്രട്ടറി ഷബീർ അലി മുച്ചിക്കാടൻ എന്നിവർ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കൂർ പൊന്നൂക്കര യൂണിറ്റിന്റെ പുതിയ വ്യാപാര ഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ബിജു എടക്കളത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി. KC ജിനിൽ, KS പ്രഹ്ലാദൻ, CR ശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചികിത്സാ സഹായ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങോടൊപ്പം നടത്തി. ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മദ്യം സൂക്ഷിച്ചു വിറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. കരുമാത്ര വാത്തിയാട്ടു വീട്ടിൽ 60 വയസ്സുള്ള സുഗുണനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിമാത്ര സെന്ററിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സുഗുണനെ പോലീസ് പിടികൂടിയത്. ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് ഒരു സഞ്ചിയിൽ 3.3 ലിറ്റർ മദ്യവും ചില്ലു ഗ്ലാസുകളും പിടിച്ചെടുത്തു. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർ സോജൻ, ASI ഗോപൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ്, സുജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കല്ലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 5 മണി മുതൽ പുതുമന മുരളി ഇളയതിന്റെ കാർമ്മികത്വത്തിൽ ബലിതർപ്പണം ഉണ്ടായിരിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. കുറച്ചു കാലം മുമ്പ് വരെ പ്രായമായവരിൽ കൂടുതലായി കണ്ടിരുന്ന രോഗമാണ് കിഡ്നി സ്റ്റോൺ. പുതിയ കാലത്തെ ജീവിതശൈലിയും ജോലികളുടെ സ്വഭാവവും മാറിയതോടെ കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾ 20കളിലും
30കളിലുമൊക്കെ ആളുകളെ തേടിയെത്താൻ തുടങ്ങി. ഇന്നത്തെ ജീവിതശൈലിയുമായി കിഡ്നി സ്റ്റോണിന് ബന്ധമുണ്ട്. റിപ്പോർട്ട് കാണാം. ഇന്ത്യയിൽ കിഡ്നി സ്റ്റോൺ പ്രശ്നങ്ങളുമായി കൂടുതൽ എത്തുന്നത് യുവാക്കളാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജീവിതശൈലി തന്നെയാണ് ഇതിന് കാരണമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ, ചായ, കാപ്പി എന്നിവയെല്ലാം മൂത്രത്തിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനും കല്ല് രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജങ്ക് ഫുഡ് മാത്രമല്ല വില്ലനാകുന്നത്. പലപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണശീലം എന്ന ആത്മവിശ്വാസത്തിൽ നാം അമിതമായി കഴിക്കുന്ന ഭക്ഷണവും വില്ലനാകാറുണ്ട്. ഹെൽത്തി ഫുഡ് എന്ന് വിശ്വസിക്കുന്ന ചീര, ബീട്രൂട്ട്, ബദാം, മധുരക്കിഴങ്ങ് എന്നിവയെല്ലാം ധാരാളം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. മൂത്രത്തിൽ കല്ലുണ്ടാകാനുള്ള പ്രധാന ഘടകങ്ങളിലൊന്ന് ഓക്സലേറ്റുകളാണ്. ഭക്ഷണത്തിൽ കാൽസ്യം കുറവാണെങ്കിൽ ശരീരം കൂടുതൽ ഓക്സലേറ്റുകൾ ആഗിരണം ചെയ്യും. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. കാൽസ്യം, പ്രോട്ടീൻ പൗഡറുകൾ, വിറ്റാമിൻ സി എന്നിവ അടങ്ങിയ സപ്ലിമെന്റുകളുടെ അമിത ഉപയോഗം കല്ലുകൾ രൂപപ്പെടുന്നതിന് കാരണമാകും. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം വ്യാഴാഴ്ച പുലർച്ചെ 4 മുതൽ നടക്കും. ഗണപതി ഹോമം, നിറമാല, ചുറ്റുവിളക്ക്, മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഫോൺ 9447 32 9698 9249 275553. കല്ലൂർ അയ്യങ്കോട് ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് കൊടകര ശാന്തി ആശുപത്രിയുമായി സഹകരിച്ച് ഞായറാഴ്ച സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കല്ലൂർ അയ്യങ്കോട് കുളത്തിന് സമീപമുള്ള ഫ്രണ്ട്ലൈൻ ഓഫീസിലാണ് ക്യാമ്പ് നടക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗം കെ സലീഷ് സന്നിഹിതനാകും. കാലാവസ്ഥ. കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. LBSന്റെ കുന്നംകുളം ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, DCFA, PG, DCA എന്നീ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് യഥാക്രമം SSLC, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്കും പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫോൺ 0488 211 558. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9240 രൂപയും പവന് 73,920 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പിള്ളി ആലപ്പാട്ട് പാലത്തിങ്കൽ ചാക്കുണ്ണി മാസ്റ്റർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. വരന്തരപ്പിള്ളി സെന്റ് ജോൺ ബോസ്കോ സ്കൂൾ മുൻ പ്രധാന അധ്യാപകനായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ, KAPT യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, വരന്തരപ്പിള്ളി പഞ്ചായത്ത് അംഗം, വരന്തരപ്പിള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, DCC സെക്രട്ടറി, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ അംഗം, ആമ്പല്ലൂർ മൈത്രി ചിറ്റ്സ് ആൻഡ് ഫൈനാൻസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നടത്തി. റിട്ടയർഡ് അധ്യാപിക ആനിയാണ് ഭാര്യ. ജോയ്സി, ജേസൺ, ജിൻസി എന്നിവർ മക്കളും, ഷാജു, ലോജുമോൻ, പരേതയായ ഗ്ലോറി എന്നിവർ മരുമക്കളുമാണ്. പൂക്കോട് ചുക്കിരിക്കുന്ന് ചുങ്കൻ ആൻഡു അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വരാക്കര സൌത്ത് ഉണ്ണീശോ പള്ളിയിൽ. സ്മിതയാണ് ഭാര്യ. ഏഞ്ചൽ, ആബേൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനപ്രവാഹം. ആമ്പല്ലൂരിൽ സർവീസ് റോഡിലെ സ്ലാബ് വീണ്ടും തകർന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. കോടാലി മോനോടി റോഡിൽ കുഴികൾ നിറഞ്ഞു. ദുരിതത്തിലായി യാത്രക്കാർ. പന്തല്ലൂർ ചെങ്ങാതുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടകവാവ് പിതൃബലി തർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.